നമസ്കാരം. ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ച എങ്ങുമെത്താതെ പിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പ്രതിനിധികൾ മടങ്ങിയതോടെ ചർച്ച തുടരുമോ എന്നതിലും ഉറപ്പില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. US, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച നടന്നിരുന്നത്. ജനുവരിയിൽ 3 ഘട്ട വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും ധാരണയായിരുന്നുവെങ്കിലും രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നതിനു പകരം ഒന്നാം ഘട്ടം 4 ആഴ്ച കൂടി നീട്ടാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഹമാസ് ഇതിനോട് യോജിക്കുന്നുമില്ല. മാരകശേഷിയുള്ള ബോംബുകൾ, മറ്റായുധങ്ങൾ, ബുൾഡോസർ എന്നിവയടക്കം ഇസ്രായേലിനുള്ള $300 കോടി സൈനിക സഹായം കൂടി ഇതിനിടെ US പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത വർഷമാണ് ആയുധ വിതരണം ആരംഭിക്കുക. ഇതിലൊരു ഭാഗം അടിയന്തരമായി കൈമാറാനാണ് പദ്ധതി. അതിനിടെ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിലെ ഹണ്ടർ കോളേജിലെ പലസ്തീൻ സ്റ്റഡീസ് തസ്തിക നീക്കം ചെയ്ത് ന്യൂയോർക്ക് ഗവൺമെന്റ് ഉത്തരവിട്ടിരുന്നു. പലസ്തീൻ ജനതയുടെ ചരിത്രം പഠിപ്പിക്കാനായി അക്കാദമിക വിദഗ്ധന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പത്രപരസ്യവും വന്നിരുന്നു. ഇതിനെതിരെ എതിർപ്പ് ഉയർന്നതോടെയാണ് തസ്തിക ഇല്ലാതാക്കിയത്. ഗാസയിലെ അടുത്ത ഘട്ട വെടിനിർത്തൽ സംബന്ധിച്ച് ഹമാസും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ ദിവസം ചർച്ച തുടങ്ങിയിരുന്നു ഈജിപ്ത്. ആദ്യഘട്ടത്തിലെ കരാറുകൾ അവസാനിപ്പിക്കാനിരിക്കെയായിരുന്നു നടപടി. ഇസ്രയേൽ, ഖത്തർ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമായിരുന്നു തീവ്രമായ ചർച്ചകളുമായി മുന്നോട്ട് പോയിരുന്നത്. ഈജിപ്തിലെ കെയ്റോയിലാണ് ചർച്ചയെന്നും ഈജിപ്തിന്റെ ഇൻഫർമേഷൻ സർവീസസും പറഞ്ഞിരുന്നു. ഗാസ മുനമ്പിൽ കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാനുള്ള ചർച്ചകളും മധ്യസ്ഥർ നടത്തുന്നുണ്ട്. മേഖലയിൽ സ്ഥിരത കൊണ്ടുവരാനും ജനങ്ങളുടെ കഷ്ടതകൾ ദൂരീകരിക്കാനുമാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് രണ്ടാം ഘട്ട ചർച്ചകൾ നടക്കുന്നത്. ജീവനോടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും തിരിച്ചു നൽകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ 3ാം ഘട്ടത്തിലാകും വിട്ടു നൽകുക. ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് ഇനി 59 ബന്ദികളാണ് അവശേഷിക്കുന്നത്. ഇതിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഒരു ധാരണയിലെത്താൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് സൂചന. ഹമാസിന്റെ ഭരണ സൈനിക ശേഷി മുഴുവൻ ഇല്ലാതാക്കണമെന്ന നിലപാടാണ് ഇസ്രായേലിന്റേത്. യുദ്ധത്തിൽ വലിയ നഷ്ടം നേരിട്ട ഹമാസ് പക്ഷെ തങ്ങൾ ആയുധം വച്ച് കീഴടങ്ങില്ലെന്ന നിലപാടിലാണ്. അതേസമയം ഗാസ മുനമ്പിലെ നിർണായക ഇടനാഴിയിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങില്ലെന്ന നിലപാട് ചർച്ച തുടങ്ങും മുമ്പ് തന്നെ ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇത് ചർച്ചകളെ ഏറെ സങ്കീർണമാക്കുന്നതാണ്. ഇതിനിടെ കഴിഞ്ഞ രാത്രിയിൽ ഹമാസ് 4 ബന്ദികളെ കൂടി മോചിപ്പിച്ചിരുന്നു. ഇതിനു പകരം 600 പലസ്തീൻ തടവുകാരെ വിട്ടു നൽകിയത്. ഇതോടെ ആദ്യഘട്ട വെടിനിർത്തൽ കരാറിലെ ധാരണകളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വരും ദിവസങ്ങളിൽ മേഖല സന്ദർശിക്കുമെന്നായിരുന്നു കരുതിയത്. ഇസ്രായേൽ ഗാസയിൽ തടവിലാക്കിയിരുന്ന നിരവധി സ്ത്രീകളെയും പെൺകുട്ടികളെയും കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. കരഞ്ഞുകൊണ്ടെത്തി അവർ പ്രിയപ്പെട്ടവരെ ആലിംഗനം ചെയ്തിരുന്നു. കുറച്ചു ദിവസം മുമ്പ് മോചിപ്പിച്ചവരിൽ 15നും 19നും ഇടയിൽ പ്രായമുള്ള 44 പേരുണ്ടായിരുന്നു. ഇതിനു പുറമെ 2 സ്ത്രീകളും ഉണ്ടായിരുന്നുവെന്നും മുൻ തടവുകാരുടെ കൂട്ടായ്മയായ പലസ്തീൻ പ്രിസണേഴ്സ് ക്ലബ്ബും അറിയിച്ചിരുന്നു.